ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഈ മട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ആ വനിതാ കൗൺസിലർ ബിന്ദു എന്ന കൗൺസിലറുടെ തലയിൽ 4 സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ പരിക്കുണ്ടായിട്ടുണ്ട് എന്ന് മേയർ തന്നെ ഇന്നിപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്ന സീൻ. ഡെപ്യൂട്ടി മേയർക്ക് പരിക്കുണ്ട് എന്ന് പറയുന്നു. ഏതാണ്ട് 4-5 CPIM കൗൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതായത് ശരിക്കും നല്ല പരിക്ക് തന്നെ ഏൽക്കുന്ന സ്ഥിതിയിലേക്ക് അവിടുത്തെ സംഘർഷം മാറി എന്നുള്ളതാണ്. കൗൺസിലർമാരല്ലേ ഒരു കൗൺസിൽ. പിന്നെ തിരുവനന്തപുരത്ത് എല്ലാ കാലത്തും അവിടെ ഇങ്ങനെ പരസ്പരം പോർവിളികളൊക്കെ നിരന്തരം നടക്കാറുള്ളതാണ്. എങ്കിലും ഇങ്ങനെ ഒരു ഈ കായികമായി പരസ്പരം ആക്രമിക്കുന്ന തരത്തിലേക്കൊന്നും ആ സംഘർഷം മാറാറില്ല. ഒന്നുമില്ലെങ്കിലും ഒരു കോർപ്പറേഷനിൻ്റെ കൗൺസിലർമാരല്ലേ. അപ്പോൾ അവർ ആ ഒരു പക്വത കാണിക്കേണ്ടതായിരുന്നു ഈ സമരത്തിലായാലും എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. അതിൽ ആരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ടായാലും അത് തെറ്റ് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഈ ആർ സുഗതൻ എന്ന് പറയുന്നത് അതിനകത്ത് സംശയമൊന്നുമില്ല. ആർ സുഗതൻ എന്നയാൾ കൗൺസിലറാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഗുണ്ടയാവാതിരിക്കുന്നില്ല, ക്രിമിനൽ ആവാതിരിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കേസുകൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 8 കേസുകൾ ലൈവായുള്ള 8 കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് രാഷ്ട്രീയപരമായ കേസ് എന്ന് പറയാൻ ഒരെണ്ണമേ ഉള്ളൂ. അതുപോലും ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ്. അല്ലെങ്കിൽ എവിടെയും പോയി സമരം ഇരുന്നതിനല്ല. അതായത് അതും ഭീഷണി തന്നെയാണ്. ആളുകളെ ഓടിച്ചതാണ്. അവിടെ ലൈറ്റും ഇതൊക്കെ ആയിട്ട് വന്ന ആളുകളെ ഓടിച്ചതാണ്. അപ്പോൾ അതായത് ഗുണ്ട തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാം. ഇത് ഇപ്പോഴത്തെ നിലയിൽ, ഇപ്പോഴത്തെ വ്യാഖ്യാനങ്ങളിൽ ഗുണ്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് സുഗതൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഈ നിയമപരമായി കാര്യങ്ങളെ നേരിടുന്നതിൽ ഒരു കഴിവ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം പല കേസുകളിലും അങ്ങനെ 4-5 ദിവസം ആകപ്പാടെ ഇത്രയും കാലത്തിനിടയ്ക്ക്, അതായത് ആളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചിട്ട്, കമ്പിയടിക്ക് തലകടിക്ക് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, ഗുണ്ടാപിരിവ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല പരിപാടികൾ നടത്തിയിട്ടും 4-5 ദിവസം ഇതുവരെ കിടന്നിട്ടുള്ളൂ. ഇത്തവണ പക്ഷേ കാപ്പ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്, അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പം നേരിടുന്ന പ്രതിസന്ധി. BJP അവിടെ വലിയൊരു വിജയം നേടിയതാണ്. സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ പിടിച്ചെടുത്തതാണ്. അവരുടെ വലിയ അധ്വാനമുണ്ട്, ആ കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളതും അവരെ സംബന്ധിച്ചൊരു ഹിമാലയൻ ടാസ്ക്കാണ്. മാത്രമല്ല അവർക്ക് അത്യാവശ്യമാണ്. 2 സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണ അവിടെയുണ്ട്. സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സംഗതിയല്ല. ഇത് BJP മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്ത മട്ടിലാണെങ്കിൽ ആ സ്വതന്ത്ര കൗൺസിലർമാരെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരെ മേയർമാരാക്കിക്കൊണ്ട് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് ഈ സാഹചര്യത്തെ അട്ടിമറിക്കാവുന്നതേ ഉള്ളൂ. 1. 2, ഈ 51 പേരുടെ ഭൂരിപക്ഷത്തിൽ 51 എന്നുള്ള ആ മാജിക് നമ്പറിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഞാണിമേലാണ് ആ ഭരണം. PV രാജേഷ് നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, വളരെ നമ്മുടെ സുഹൃത്താണ്. എല്ലാം നല്ല നിലയ്ക്ക് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ നോക്കിക്കാണുന്നു ഇതുവരെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം പക്ഷേ ഇത് കൊണ്ടുപോകണമെങ്കിൽ വലിയ പാടുപെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഈ ഒരാൾ എന്നുള്ളത് ഇപ്പോൾ സുഗതൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം എന്താവും എന്നുള്ളത് കയ്യാലപ്പുറത്താണ്. കാപ്പ കേസ് പ്രതിയാണ്. അയാൾക്ക് ഈ കൗൺസിലിൽ ഹാജരാകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. 2 കൗൺസിലിൽ ഓൾറെഡി ഹാജരാകാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഹാജരാകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അയോഗ്യനാക്കപ്പെടും എന്നുള്ള പ്രശ്നമുണ്ട്. ഇതെല്ലാം പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സുഗതനും വേറെ മറ്റേതോ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാറ്റി സത്യപ്രതിജ്ഞ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള വല്ലാത്ത തത്രപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത്രയും അഗ്രസീവായി ഈ സമരത്തെ ഏറ്റുമുട്ടാനുള്ള ഒരു മനോനിലയിലേക്ക് അവിടുത്തെ BJP കൗൺസിലർമാരും എത്തിയത്. അത് 3 ദിവസമായിട്ടാണ് ഇപ്പോൾ അവിടെ സമരം നടക്കുന്നത്. സുഗതൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് വേറെ നിയമ നടപടികളും നടക്കുന്നുണ്ട്. സുഗതൻ്റെ കാര്യത്തിൽ ഒരു ഊരാക്കുടുക്കിൽ BJP ചെന്നുപെട്ടിട്ടുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റ് അടക്കം ശക്തമായി വന്നു നിന്നുകൊണ്ട് ആരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ സുഗതനെ രക്ഷിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് സുഗതൻ അവിടുത്തെ ഏറ്റവും മഹാനായ നേതാവായിട്ടൊന്നുമല്ല, സുഗതൻ്റെ കേസുകളെക്കുറിച്ച് അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ ഈ ഭരണം നിലനിർത്താൻ ഇത് അല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെയൊക്കെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത്രയും മഹാനായ ഒരു മനുഷ്യനില്ല എന്ന മട്ടിലാണ് സുഗതനെ അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല CPM തുടർച്ചയായി ജയിച്ചു വരുന്ന ഈ പറഞ്ഞ വാഴോട്ടുകോണം വാർഡിൽ ഇങ്ങനെ ശക്തമായി വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കഴിവ് തന്നെയാണെന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നതായിട്ടപ്പോൾ ഞാൻ വെറുതെ അതിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ 1939 വോട്ടാണ് സുഗതന് കിട്ടിയത്. അവിടുത്തെ CPIMൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 1881 വോട്ട്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് 1549 വോട്ട്. ഇനി CPM വിമതന് 636 വോട്ടും കൂടി കിട്ടി. ഈ
CPIM സ്ഥാനാർത്ഥിയുടെ അപരനും മത്സരിച്ച് അയാൾക്ക് 44 വോട്ട് കിട്ടി. അങ്ങനെ മൊത്തം 58 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സുഗതൻ അവിടെ ജയിക്കുന്നതെന്ന് മാത്രമല്ല, സുഗതന് അനുകൂലമായി 1939 വോട്ട് ആ വാർഡിൽ വരുമ്പോൾ സുഗതനെതിരായി വീണിരിക്കുന്നത് 3474 വോട്ടാണ്. എന്നാലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹം അവിടെ സുഗതൻ തന്നെ അവിടുത്തെ കൗൺസിലറായി വന്നു എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, കാരണം ഇത് കേസുകൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ആ പ്രദേശത്തെ ഒരു ലോക്കൽ ഗുണ്ട എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥിതിയുള്ള ഒരാൾ, പക്ഷേ ഇത്രയും മഹാനായി അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് ഇത് പോയി നോക്കിയത്. അങ്ങനെ എന്ന് വെച്ചാൽ വേറൊരു എതിരാളി ഇല്ലാതെ വിജയിച്ചു എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ട് കണ്ടത്. പക്ഷേ അങ്ങനെയല്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ആ ഭരണം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ പോരാടേണ്ടതുണ്ട്. ആരെ പിടിച്ചിട്ടായാലും ഇപ്പോൾ ഇയാളെ തൽക്കാലം തള്ളിപ്പറയാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഈ സംഘർഷത്തിലേക്ക് പോയി ഇങ്ങനെ പോകാതെ ഈ കാര്യങ്ങൾ പരിഹരിക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്.